ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നറിയാം. അറഫ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാളും അറഫ നോമ്പും ഒക്കെ എളാമാൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് അറഫ നോമ്പിൻ്റെ ദിവസത്തെ നോമ്പ് തുറയും അതുപോലെ ഡിന്നറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒന്നുമില്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സമോസയും കായ് നുള്ളി പൊരിച്ചതും പൊറോട്ടയും ചിക്കൻ കറിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ അറഫ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഏമോ ഇപ്പം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷനിലാണ്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് റെഡിയാക്കുന്നുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഇപ്പം നമ്മളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ വേവിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതാ എണ്ണയിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയാനെന്ന് പറഞ്ഞാൽ എളാമാൻ്റെ ഏമുവിൻ്റെ സമൂസ അടിപൊളി ടേസ്റ്റാണ്. വെജിറ്റബിൾ സമൂസ എന്തോ ഒരു രസമാണ് കഴിക്കാൻ. ഇങ്ങനെ വെറുതെ കുറേ കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. ഉള്ളി ചെറുതായിട്ട് വാടി വന്നപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് ഇനി ഈ വെജിറ്റബിൾസ് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെക്കും. ഇങ്ങനെയാണ് എളാമ അധികവും സമൂസ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്. വെജിറ്റബിൾസ് വേറെ തന്നെ വേവിച്ചിട്ട് ഉള്ളി മാളിച്ച് അതിൽ മിക്സാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇത് എക്സ്ട്രാ ടേസ്റ്റാണ് എളാമാൻ്റെത്. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തേക്കും സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന സമൂസ ഷീറ്റ് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. ഈ ഒരു ചാനലിൽ തന്നെ 2-3 വീഡിയോസിൽ ഞാൻ ഈ ഒരു സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുമുണ്ട്. ഒന്നുമില്ല, മൈദ കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം, നല്ല ടൈറ്റായിട്ട് തന്നെ. എന്നിട്ട് ലാസ്റ്റ് കുഴച്ചതിന് ശേഷം പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് അങ്ങനെ കുറച്ച് സമയം വെക്കുന്നത്. നമ്മളിത് കുഴച്ച പാടെ തന്നെ അങ്ങ് ബോളാക്കി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് കിട്ടൂല. അപ്പം കുറച്ചൊന്ന് കുഴച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സമൂസക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. എളാമ ഉണ്ടാക്കുമ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നും ഒരുപാട് അങ്ങ് കുഴഞ്ഞ പോലെയാവില്ല, കാണാനും കിട്ടും കടിക്കാനും കിട്ടും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സമൂസ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുമുണ്ട്. ഇതിനി ചെറിയ പൂരിയാക്കിയിട്ട് പരത്തിയെടുക്കണം. ചെറിയ പൂരിയാക്കി ഒരേ സൈസിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റും അതേ സൈസിലും ഷേപ്പിലും കിട്ടുകയും ചെയ്യും. നല്ല തിന്നായിട്ട് എല്ലാം ഒരേ സൈസിലാക്കും. ഇതിപ്പോൾ എളാമാൻ്റെ ഒരു ട്രിക്കാണ് കേട്ടോ, 2 എണ്ണം ഒരുമിച്ചിട്ട് പരത്തുന്നത്. 2 പൂരി ഒരുമിച്ച് പരത്തുന്നതിൻ്റെത് പെട്ടെന്ന് പണിയും കഴിയും, ഒരുമിച്ചാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പം ഓരോ പൂരിയിലും കുറച്ച് നെയ്യും അതുപോലെ തന്നെ മൈദയും നന്നായി അങ്ങ് വിതറി കൊടുത്തിട്ട് അടുത്ത പൂരി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദ വിതറി കൊടുക്കണം. എന്നിട്ട് വീണ്ടും പൂരി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 7 മുതൽ 8 വരെ പൂരികൾ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. പിന്നെ അത് പരത്തിയെടുത്തിട്ട് ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഓരോന്നായിട്ട് ലെയറായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരത്തിയെടുത്തത് നല്ല ചൂടായ കല്ലിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് വാട്ടി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് കൈകൊണ്ട് വെച്ച് നമ്മളങ്ങ് പറിച്ചെടുക്കരുത്. വാടി വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അടർന്ന് വരും, ഓരോ ഷീറ്റിൽ നിന്നും അടർന്ന് വരും. കണ്ടോ, ഇതേപോലെ അങ്ങ് അടർന്ന് വരും. അപ്പോൾ നമുക്കത് കയ്യിൽ വെച്ചിട്ട് തന്നെ അത്ര ചൂടൊന്നും ഉണ്ടാവില്ല, കൈ കൊണ്ട് തന്നെ നമുക്കത് പറിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം.
അങ്ങനെ ഇതാ ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള മുറിഞ്ഞു പോകാത്ത നല്ല ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഷീറ്റ് ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഴച്ച പാടെ നമ്മളിത് പരത്തിയെടുക്കാൻ ശ്രമിക്കരുത്. കുറച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ വെക്കുക. പിന്നെ ഇത് പരത്തുമ്പം ഒരേ സൈസിലുള്ള പൂരിയായിട്ട് വലിയ സൈസാക്കാണ്ട് ചെറിയ ചെറിയ പൂരിയാക്കി പരത്തിയിട്ട് നെയ്യും മൈദയും ചേർക്കുന്നതും ശ്രദ്ധിക്കണം. നെയ്യ് നന്നായിട്ട് ആ പൂരിയിൽ എല്ലാ ഭാഗത്തും തടവി കൊടുത്തതിന് ശേഷം എല്ലാ സൈഡിലും മൈദയും നന്നായി അങ്ങ് വിതറി കൊടുക്കണം. എന്നാലേ ഓരോന്നും നമുക്ക് ചൂടായി വാടി വരുമ്പം അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് സമൂസ ഷീറ്റ്. പിന്നെ ഇളാമ ഇതാ 3ആയിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5-8 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഷീറ്റാക്കി പരത്തിയെടുത്തത്. അതേപോലെ തന്നെ 3ആയിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ട് നമുക്കിപ്പോൾ ആവശ്യമില്ല, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ബാക്കി വരുന്നത് എന്താ ചെയ്യേണ്ടതെന്നോ, ഒരു നനഞ്ഞൊരു തുണി എടുക്കുക. നല്ലൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. നനഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട്, അതായത് ഡ്രൈ ആവാത്ത ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ ഷീറ്റ് നിരത്തി വെച്ച് കൊടുത്തിട്ട് വേറൊരു കവർ വെച്ച് കവർ ചെയ്തതിന് ശേഷം പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം നമുക്ക് പിന്നെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടെടുത്താലും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാണ്ടാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂസ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. മുറിഞ്ഞ് പൊട്ടി പോകും. കുറച്ചൊരു ഹാർഡായതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇപ്പം പകുതി നമ്മളിപ്പം സമൂസ ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി പകുതി ഇതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സമൂസ സത്യം പറഞ്ഞാൽ എനിക്ക് റോൾ ചെയ്തെടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു പണിയാണ്, എനിക്ക് അറിയാത്തൊരു പണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എളാമ കുറേ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമൂസ. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കോൺ എനിക്ക് റെഡിയായിട്ട് കിട്ടുന്നില്ല, അതെന്താണെന്ന് അറിയില്ല. മെനക്കെടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അതുപോലെ എൻ്റെത് ശരിയാവുന്നില്ല, എന്താണെന്ന് നമുക്കറിയാം. അതിനിടയിൽ സെൻഹൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മണിക്ക് ചാനലിൽ ഉണ്ടാവും TV-യിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നാസ്തക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ടക്കുള്ള മാവൊക്കെ കുഴച്ചിട്ട് ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പം വൈകുന്നേരം പിന്നെ അത് പൊറോട്ട ചുടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ കുറച്ച് സമയം എന്തായാലും ബോളാക്കി വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചുരുട്ടി വെക്കേണ്ടത്. പിന്നെ പൊറോട്ട എന്ന് പറയുന്നത് എന്തായാലും കുറച്ച് ടൈം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. ഉരുട്ടിയിട്ട് കുറച്ച് സമയം വെക്കണം, പിന്നെ അത് ചുരുട്ടിയിട്ട് വെക്കണം. ഇപ്പോൾ സൻഹ ഇതാ മൂത്തമ്മ പൊറോട്ട ഉരുട്ടുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പം വിചാരിച്ചു പൊറോട്ടയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി എന്ന് പറയാനൊന്നുമില്ല. കാരണം എന്താ, സാധാ മൈദ അല്ലെങ്കിൽ ഗോതമ്പ്. ഞാനിതിപ്പം മൈദയാണ് ഇവിടെ നമ്മൾ എടുത്തത്. ഇതെല്ലാം ഗോതമ്പിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ഉണ്ടാക്കുന്ന പൊറോട്ട കുറച്ച് കളർഫുൾ ആൻഡ് ഫ്ലേവർഫുൾ ആക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. അതിന് മുമ്പ് ഞാനിപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡിയാക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെത്. അപ്പം ഒന്നുമില്ല, ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് കുറച്ച് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. കുറച്ച് ഓയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അതായത് ആ ഒരു മസാലയൊക്കെ ഒന്ന് ആ ചിക്കനിൽ പിടിച്ചിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇനിയിപ്പം ആ നെയ്യിൽ തന്നെ, ആ ഓയിലിൽ തന്നെ ബാക്കി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ആ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ജസ്റ്റ് മാറി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടാണ് ബാക്കി ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനി വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ പൊറോട്ടൻ്റെ ഒരു 5 ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് കുറച്ച് ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പിസ്ത എസൻസ്, അതുപോലെ സ്ട്രോബെറി എസൻസ്, മാംഗോ എസൻസ്, പിന്നെ നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്ന ബ്ലൂബെറി എസൻസ്, ബ്ലൂ കളർ, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നല്ല എരിവുള്ള കറിയാകുമ്പം ഈ ഒരു ഫ്ലേവർഫുൾ പൊറോട്ട അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഗ്രേവിക്കുള്ളത് നേരത്തെ അരച്ചിട്ട് നെയ്യിലൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആ ഒരു ഗ്രേവിയും ചിക്കനും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും കറി ഏകദേശം റെഡിയാവും. അപ്പോൾ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം, അടച്ച് വെക്കാം. ഇനിയിപ്പം പൊറോട്ട സാധാരണ നമ്മൾ വീശിയെടുക്കുന്ന പൊറോട്ട പോലെ തന്നെയാണ്. പൊറോട്ടൻ്റെ തീരെ വീശാൻ അറിയാത്ത ആൾക്കാർക്കുള്ള ട്രിക്സൊക്കെ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊറോട്ട, വീശിയെടുക്കുന്ന പൊറോട്ട പോലെ തന്നെ എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ലിങ്ക് നോക്കിയാൽ മതി. അപ്പോൾ സാധാരണ ഇങ്ങനെ വൈറ്റ് പൊറോട്ട വീശിയെടുക്കുന്ന പോലെ തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കളർ പൊറോട്ട ഉണ്ടല്ലോ, അതും വീശിയെടുക്കുന്നുണ്ട്. അപ്പോൾ കളറ് ഞാനിപ്പോൾ എല്ലാത്തിലും കളറ് ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 4-5 എണ്ണത്തിൽ മാത്രമേ കളറ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോ ഫ്ലേവറിലും കളറിലും ഉള്ള എസൻസാണ് ചേർത്ത് കൊടുത്തത്. പിസ്ത എസൻസ്, പിന്നെ അതുപോലെ സ്ട്രോബെറി എസൻസ്, മാംഗോ എസൻസ്, പിന്നെ ബ്ലൂബെറി എസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറും ഉണ്ട്, അതുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പം എന്താ പറയുക, അതൊന്ന് നന്നായിട്ട് ഓരോ ബോളിലും കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ആ ഒരു കളർ എല്ലാത്തിലും പിടിക്കാനായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ വീശേണ്ടത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തലേന്ന് ഇങ്ങനെ എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ കളർഫുൾ പൊറോട്ട, എന്താ പറയുക, ഫ്ലേവർഫുൾ പൊറോട്ട. അപ്പോൾ അത് കണ്ടപ്പം എന്തായാലും നാളത്തെ നോമ്പ് തുറക്ക് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. 4-5 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാനിതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം മൈദയാണ് പൊറോട്ട. കുറേ ആൾക്കാർ അയ്യോ മൈദയോ എന്ന് പറയും. മൈദ ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്താൽ മതി, അല്ലാത്ത ആൾക്കാർ ഗോതമ്പിൽ പൊറോട്ട ഉണ്ടാക്കാം. മൈദൻ്റെ ടേസ്റ്റ് കിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ കളർ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. സ്ട്രോബെറി എസൻസ്, അതുപോലെ തന്നെ പിസ്ത എസൻസ്, മാംഗോ എസൻസ് എന്ന് പറയുമ്പം ആ ഒരു എസൻസ് നമ്മുടെ ഈ ഒരു പൊറോട്ടയിൽ കിട്ടും. നമ്മൾ ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് വരുന്നില്ല, അതുപോലെ പൊറോട്ടയിൽ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ എല്ലാവർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ആൾക്കാർ താല്പര്യം തോന്നിയാൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ കേക്കിനൊക്കെ ആഡ് ചെയ്യുന്ന കളേഴ്സ് തന്നെയാണ്, പെർമിറ്റഡ് ഫുഡ് കളർ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല എരിവുള്ള കറിയാവുമ്പം ഈ ഒരു പൊറോട്ട അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പം പൊറോട്ട ഇതാ കളേഴ്സും അതുപോലെ വൈറ്റും ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുന്ന പോലെ തന്നെ നല്ല ചൂടായ കല്ലിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ഇപ്പം പൊറോട്ടയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കളർഫുൾ ഞാനൊന്ന് അടിക്കുന്നത് കാണിച്ചു തരാം. പൊറോട്ട നന്നായിട്ട് അടിച്ചാലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കാണാനുള്ളൊരു ഭംഗി. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് പൊറോട്ട ഒന്ന് നന്നായിട്ട് ചൂടോടുകൂടി തന്നെ കയ്യിൽ വെച്ച് അടിച്ചെടുക്കണം. അപ്പം അങ്ങനെ ഇതാളാമ പൊറോട്ട അടിക്കുകയാണ്. പിന്നെ അവിടെ പോയ അന്ന് തൊട്ട് 14 ദിവസം വരെയും ഒരു പണിയും നമ്മളെ കൊണ്ട് ചെയ്യിക്കാത്ത ഒരാളാണ് ഏമു. നമ്മൾ പിടിച്ചെറ്റി വാങ്ങി ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. ഇല്ലാണ്ട് ചെയ്യണ്ട ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ ഇതായിപ്പം പൊറോട്ട ഒക്കെ റെഡിയായിട്ടുണ്ട്, കറിയും റെഡിയായി. നോമ്പ് തുറക്കാനുള്ള ഇനിയിപ്പം സ്നാക്സ് പൊരിച്ചെടുക്കണം. ആ ഒരു പണി മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ. സാധാ പൊറോട്ട തന്നെ, പിന്നെ നല്ല കളർഫുൾ ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഈ ഒരു പൊറോട്ടക്കുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. നല്ല എരിവുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി, ബീഫ് വിന്താലു, ചിക്കൻ വിന്താലു ഒക്കെ വെച്ചിട്ട് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞപ്പം സമൂസ മാത്രം മതി എന്ന് പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരാളാണ് ഏമു. അപ്പോൾ ഇതാ കായ് നുള്ളിയിട്ടത് എന്നാണ് നമ്മൾ പറയാൻ. സാധാരണ നമ്മുടെ പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സിൽ ചെറിയ പഴം ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുന്നത്, ഞമണ്ടി ഇട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക്
ചെറിയ പഴം ഞമണ്ടി ഇട്ട് കൊടുത്തിട്ട് അത് ചൂടായ എണ്ണയിലിട്ട് നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് തന്നെ നുള്ളിയിട്ട് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ചെറിയ പഴം ഉണ്ടെങ്കിൽ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആവാറായിട്ടുണ്ട്. എല്ലാം ഇനി ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നല്ല ചൂട് സമൂസയും നല്ല ചൂടോടെയുള്ള കായ് നുള്ളിയിട്ടതും അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പിന്നെ നാസ്ത കഴിക്കാനിറങ്ങിയത്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ വരട്ടിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ല കളർഫുൾ ഫ്ലേവർഫുൾ പൊറോട്ടയും. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ നമ്മുടെ അറഫ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പം നാളെ ലേറ്റായിട്ടായാലും പെരുന്നാളിൻ്റെ വ്ളോഗ് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.